ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് കശുവണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ അണ്ടിപ്പരിപ്പ് നമുക്ക് വേർതിരിച്ചെടുക്കണം. അണ്ടി ചുടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചൂടാൻ പോവാം. ഈ ചട്ടിയിലാണ് അപ്പോൾ നമ്മൾ അണ്ടി ചുടുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഒരു വിറകടുപ്പത്ത് ചട്ടി വെക്കണം. ഗ്യാസ് അടുപ്പിലൊന്നും ചട്ടി ഇങ്ങനെ അണ്ടിയൊന്നും ചൂടാൻ നിൽക്കരുത്, കാരണം അത് കത്തി പിടിച്ചാൽ ആകെ പണിയാവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികളൊന്നും ഇതിൻ്റെ അടുത്ത് നിൽക്കരുത്. നിങ്ങൾ ഇതാരെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ മണ്ണടുപ്പിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ചട്ടിയിൽ കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, അത് കളഞ്ഞിട്ട് പോയിട്ട് അണ്ടിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അണ്ടി ഇതിലിട്ട് കൊടുക്കാം. ചട്ടിയിലത്തെ വെള്ളമൊക്കെ മൊത്തം വറ്റി പോയിട്ടുണ്ട്. അണ്ടി ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഇത്ര നല്ല നീളമുള്ള വടിയാണ് നമ്മൾ എടുക്കാനായിട്ട്. ചെറിയ വടിയിട്ട് ഇളക്കിയത്, കാരണം കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കുക. ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കരുത്. പിന്നെ അതിലേക്ക് ഇങ്ങനെ നമ്മൾ തലയിട്ട് പാഴി നോക്കാൻ പാടില്ല. പിന്നെ ഇത് ചൂടായിട്ട് വറവായിട്ട് കാണിച്ചത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലോണം ചൂടായിട്ട് ഇതിന് പുക വരാൻ തുടങ്ങും. അപ്പോഴാണിത് ഇട്ട് വെക്കേണ്ടത്. ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ചെയ്യരുത്. നല്ല നീളമുള്ള വടി ഇട്ടോടെ കൊണ്ട് ഇത്രയും ഹൈറ്റുള്ള വടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചട്ടിയിൽ നിന്ന് പുക വരാൻ തുടങ്ങി, പൊട്ടിത്തെറിക്കലൊക്കെ തുടങ്ങിയിരിക്കണം. കുറേ വിട്ടുന്നിട്ടപ്പോൾ ഇത് ചെയ്യുന്നത്. ചെറിയ പേടിയൊക്കെ ഉണ്ട് ചെയ്യാൻ. ഇത് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടിയ അണ്ടിയാണ്. അപ്പോൾ ഇതായി എന്ന് തോന്നുന്നുണ്ട്. ഇത് കെടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെണ്ണൂറ് ഇട്ട് കൊടുത്താൽ മതി. വെണ്ണൂറുണ്ടല്ലോ, ചാരം, അത് ഇട്ട് കൊടുത്തിട്ടാണ് അതിൻ്റെ പുക കളയുന്നത്. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് നോക്കാം എന്തായിക്കണം. അണ്ടിപ്പരിപ്പ് കിട്ടുമോ അതോ കരിഞ്ഞോ ഒന്നും അറിയില്ല. ഞാൻ പൊളിക്കുമ്പോൾ കാണിച്ചു തരാം. ചൂടാക്കാം. ഇത്രയും കിട്ടി ഗൈസ്. ഞാൻ ഇത്രയും നേരം മെനക്കെട്ടതുകൊണ്ട് മെനക്കെട്ടതിനുള്ള ഫലം കുഴപ്പമില്ല. എന്നാലും കുറച്ചൊക്കെ കരിഞ്ഞു പോയി, ചിലതൊക്കെ നല്ലതായിട്ട് കിട്ടി. പിന്നെ അത് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയാണ്. എന്നാലും കുഴപ്പമില്ല, മെനക്കെട്ടതിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വറുക്കുമ്പോൾ, ഇനി ഇതിപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്, ഇനി വറുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നും ഇത്ര തന്നെ മൂക്കാൻ പാടില്ല. കുറച്ചൊരു ജസ്റ്റ് ഒരു കളറ് മാറോളം വറുത്താൽ മതി. അപ്പം എൻ്റെ ഇതിന് എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ബൈ.